എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റിൽ ഓപ്പണിംഗ് തന്നെ നല്ല ഡൗൺ ട്രെൻഡിലായിരുന്നു മാർക്കറ്റ്. അതിനുശേഷം കവറിങ് വന്നു പക്ഷേ കവറിങ്ങിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വീണ്ടും മാർക്കറ്റ് ഏകദേശം ലോയ്ക്കടുത്ത് തന്നെ ക്ലോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് നിഫ്റ്റി നോക്കി, നിഫ്റ്റി നല്ല ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. അതിനുശേഷം കവറിങ് വന്നു. ഇവിടെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാനിട്ടിരുന്ന 20 EMA വെച്ചിട്ട് ട്രേഡ് എടുക്കുന്നവർക്ക് ഈ നിഫ്റ്റിയിൽ നല്ല ചാൻസ് ആയിരുന്നു. 20 EMA മുകളിൽ പോയി, അതിനുശേഷം 20 EMA മുകളിൽ ട്രേഡായി. പക്ഷേ 20 EMA താഴെ ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലോ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വേണമെങ്കിൽ നിഫ്റ്റി എൻട്രി എടുക്കാം. അതായത് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്നിൽ സിങ് ഹൈ, അതല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇവിടുന്ന് നമ്മളിവിടെ കട്ട് ചെയ്ത് ഇപ്പോൾ 22,375 എടുത്താൽ ഏകദേശം 100 പോയിൻ്റ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും ഇതിൻ്റെ ഇവിടെ ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇച്ചിടെ ഹൈ കാണിക്കാം. മുകളിൽ ട്രേഡായി, അതിനുശേഷം ക്ലോസിങ് ഇവിടെയാണ് വരുന്നത്. ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും ക്ലോസിങ് ഡൗണിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോ അടിക്കുവാണെങ്കിൽ നമുക്ക് ചാൻസ് ആയിരിക്കും. ഇതിൻ്റെ ലോ അടുത്ത ക്യാൻഡിൽ അടിച്ച് നമ്മളിവിടെ ഒരു 48,041 ആ റേഞ്ചിൽ നിന്ന് നമ്മൾ പുട്ട് ഓപ്ഷൻ എടുക്കുമായിരുന്നെങ്കിൽ നോക്കിയേ, ഇതിൻ്റെ ഹൈ 41,74 ഏകദേശം 34-35 രൂപയുടെ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ ഫ്യൂച്ചർ. അവിടുന്ന് വൺ സൈഡ് പോക്കാതെ പോയത് നല്ല രീതി ഹെവി ആയിട്ട് ഇറങ്ങിപ്പോയി. ഒരു 50 രൂപയുടെ റിസ്ക് അതിനകത്ത് എടുക്കുന്നവർക്ക് നല്ല ഹെവി പ്രോഫിറ്റ് ആയിരുന്നു. ഇപ്പം നാളെ മാർക്കറ്റ് ഇപ്പോഴത്തെ കണ്ടീഷന് വെളിയിലത്തെ മാർക്കറ്റെല്ലാം ഡോ ജോൺസ് പ്ലസ്സിലുണ്ട്. ഇപ്പോൾ S&P ജസ്റ്റ് പ്ലസ്, നാസ്ഡക്കും ഫ്ലാറ്റാണ്. യൂറോപ്യൻ മാർക്കറ്റെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിലാണ്, വലിയ അടിയായിട്ടൊന്നുമില്ല. ഗിഫ്റ്റ് നിഫ്റ്റി 25 മൈനസ് കാണിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് നാളെ ചിലപ്പോൾ ഒരു ഡൗൺ ഓപ്പണിങ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല കവറിങ് വരാനാണ് ചാൻസ് കൂടുതൽ. മാർക്കറ്റിൽ നല്ല കവറിങ് വരാൻ ചാൻസ് കൂടുതൽ, അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നാളെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷെയറുകൾ നോക്കാം. നിഫ്റ്റി ഇന്ന് ഇവിടെ നോക്കി 1%, ഇത് 1.5% ബാങ്ക് നിഫ്റ്റി ഡൗൺ ആയിരുന്നു. നമ്മൾ 16 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിൽ 16 ഷെയറിൽ ഈ ഷെയറിനകത്തൊക്കെ കഴിവതും നമുക്ക് ചാൻസ് നല്ല രീതിയിൽ ഒരു കൺഫേമായിട്ട് തോന്നിയെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. കാരണം ചെറിയ പെർസെൻറ്റേജുകളേ ഉള്ളൂ. എപ്പോഴും ഒരു 5% മുകളിൽ നിൽക്കുന്ന ഷെയറുകളാണ് എപ്പോഴും നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ സെൻകോ എന്ന് പറയുന്ന ഷെയർ ചിലപ്പോൾ ഒരു 1000 ഇത് കണ്ടില്ലേ, R199.78, അതായത് 999.78, അതായത് 1000 മുകളിൽ ഈ ഷെയർ ട്രേഡ് ആകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആയി വരുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അതല്ല എങ്കിൽ സെൻകോ ഈ ഹൈയുടെ മുകളിൽ ട്രേഡ് ആയതിനു ശേഷം ഇറങ്ങിയാൽ നമുക്ക് അവിടെയും ചാൻസ് എടുക്കാം. ഇന്ന് ഹെവി മൂവ്മെൻറ്റ് തന്നൊരു ഷെയറാണ് ആഷ്യാന. നാളെ ഇത് സൈലൻ്റ് ആയിട്ടിരിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. ഇതിനകത്തും എനിക്ക് തോന്നുന്നു 400 മുകളിൽ പോയിട്ട് 398 താഴോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു 5-10 ചിലപ്പോൾ അതിൽ കൂടുതൽ താഴോട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഈ സെലൻ എന്ന് പറയുന്ന ഷെയർ അത് ആവറേജിനടുത്ത് വന്നാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നാളെ ഈ 625 വരുമോ എന്നറിയില്ല. എന്നാലും ഇതിനകത്ത് 20 EMA ചാൻസ് എടുത്ത് നോക്കി, അതിനകത്ത് 20 EMA നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും എവിടെ നമുക്ക് സെല്ലിങ് ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുക. ഈ സെല്ലിൻ അതായത് 600, 605 ആ റേഞ്ചിൽ നിന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചാൻസ് കിട്ടും, നല്ല ചാൻസ് കിട്ടും. ഈ പൂർവങ്കര എന്ന് പറയുന്ന ഷെയർ നോക്കുക, ചിലപ്പോൾ ഈ ജസ്റ്റ് ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങാൻ ചാൻസ് കൂടുതലാണ്. ഇന്ന് അത് നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ 10% അത് ശ്രദ്ധിക്കണം. 367 വന്നിറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ലിഖിത എന്ന് പറയുന്ന ഷെയർ 300 റേഞ്ചിൽ ചിലപ്പോൾ പോകാം. അങ്ങനെ പോയി ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. 95 താഴെ
CSB വാങ്ങിക്കും ശ്രദ്ധിക്കുക. ഈ R1 R2 റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങി കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ ഹെഗും ഇതുപോലെ ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാം. എല്ലാത്തിനകത്ത് ശ്രദ്ധിക്കാം. നമ്മൾ ഇപ്പോൾ ലെവൽ വന്നില്ലെങ്കിലും ചില ഷെയറിനകത്ത് നമുക്ക് സെല്ലിങ് ചാൻസ് കിട്ടും. 20 MA ആ ഒരു ഞാൻ പറഞ്ഞൊരു രീതിയുണ്ട്, അതിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ചാൻസ് എടുക്കാം ഷെയറിനകത്തൊക്കെ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ക്ലോസിങ് ഏകദേശം 20 MA ഏകദേശം അടുത്തായിട്ടൊക്കെ ക്ലോസ് ചെയ്ത ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ ലെവലുകൾ CPR ലെവൽ കിട്ടാതെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ആ 20 MA അവിടെ ചാൻസ് കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കാം. ഹെഗിനകത്ത് നല്ല ചാൻസ് ആയിരിക്കും. ISMT എന്ന് പറയുന്ന ആ ഷെയർ പ്രീവിയസ് ഡേ ഹൈ ഇത് കണ്ടില്ലേ, ഹൈയും R1 തമ്മിൽ ഏകദേശം സെയിമാണ്. ഇതിന് മുകളിൽ ട്രേഡായിട്ട് ഇതിന് രണ്ടിൻ്റെയും താഴെ ഇറങ്ങിയാൽ നമുക്കൊരു 3-4 രൂപ പ്രതീക്ഷിക്കാം. ISGC എന്ന് പറയുന്ന ഷെയറും നോക്കുക, ഓപ്പണിങ് ഹെവി മൂവ്മെൻ്റ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഹെവി മൂവ്മെൻറ്റ് കണ്ടു കഴിയുമ്പോൾ ഈ ഷെയറിനകത്തൊക്കെ ഹെവി ആയിരിക്കും, നല്ല പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് മാറി നിൽക്കുക കഴിവതും. ചാൻസ് കിട്ടുമ്പോൾ മാത്രം ചെറിയ ക്വാണ്ടിറ്റിയിൽ എൻട്രി എടുക്കുക. എക്സൈഡ് ഇൻഡസ്ട്രീസും ഇത് കണ്ടില്ലേ, ഹൈയും R1 തമ്മിൽ ഏകദേശം സെയിം. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിൽ വന്നിട്ട് താഴോട്ട് ഈ രണ്ട് ലെവൽ കട്ട് ചെയ്ത് താഴോട്ടിറങ്ങിയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ചാൻസ് താഴോട്ടങ്ങ് ഇറങ്ങിപ്പോവും. ഹിന്ദുവിൽ എക്സ്പ്ലോറേഷനും നോക്കുക, അതും സെയിം അതുപോലെ തന്നെ. ഇത് ഞാൻ എല്ലാം വിൽക്കാറുള്ള വീഡിയോ ഞാൻ പറയാറുണ്ട്. ഈ R1 പ്രീവിയസ് ഡേ ഹൈയും ഏകദേശം ഒരേ റേഞ്ചിലാണെങ്കിൽ അത് രണ്ടും അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ നല്ല ചാൻസ് ആയിരിക്കും താഴോട്ട് ഇറങ്ങാൻ. വാബാഗ് ശ്രദ്ധിക്കുക. ഈ 810 810 ഏത് റേഞ്ച് വന്ന് ഇറങ്ങിയാലും ചാൻസ് എടുക്കാം. ഡോട്ട്ല പക്ഷേങ്കിൽ ഇതിനകത്തൊക്കെ ചെറിയ മൂവ്മെൻ്റാണ്. പക്ഷേ ഇന്നത്തെ ഇത്രയും ഡൗൺ മാർക്കറ്റ് ഇത് പ്ലസ്സിൽ നിന്നപ്പോൾ നാളെ ചിലപ്പോൾ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എടുത്തിട്ടേക്കാണ്. അപ്പോൾ ഇത്രയും ഷെയറിനകത്ത് നല്ല ചാൻസുകൾ വരുമ്പോൾ മാത്രമേ എൻട്രി ചെയ്യുക. പക്ക സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണം ട്രേഡ് എടുക്കാൻ. ഒരു പ്രാവശ്യം ട്രേഡ് പോയെങ്കിൽ പൊക്കോട്ടെ, നമുക്ക് അടുത്ത ചാൻസ് നല്ലത് കിട്ടും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് അടിച്ചെന്നും പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ വിഷമിച്ചിരിക്കുന്നിട്ട് കാര്യമില്ല. നമുക്ക് വേറെ ചാൻസ് കിട്ടും. നമ്മുടെ മൈൻഡിലെ ആ ഒരു നെഗറ്റീവ് ചിന്ത അങ്ങ് മാറി കിട്ടിയാൽ മതി. സ്റ്റോപ്പ് പോയാൽ പോട്ടെ, അടുത്ത ചാൻസ് നമുക്ക് കവർ ചെയ്യാമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം വേണം. തീർച്ചയായിട്ടും കവർ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും മടിച്ചിരിക്കുന്നുണ്ടാണ്. നമ്മളൊരു ഷെയറിനകത്ത് ഒരു ലോസ് വന്നു. ഇപ്പോൾ എക്സാമ്പിൾ സെൻഗോയ്ക്കകത്ത് നമുക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ എൻട്രി എടുത്ത് നമ്മുടെ കൃത്യം എൻട്രി ആയിരുന്നു. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയി. സ്റ്റോപ്പ് ലോസ് പോയിട്ട് തിരിച്ച് നമ്മൾ എന്തോ ചെയ്യും, അടുത്ത ചാൻസ് വരുമ്പം നോർമൽ ആൾക്കാർ എന്ത് ചിന്തിക്കും, ഇനിയും എടുത്താൽ ചിലപ്പോൾ ലോസ് കൂടിയെങ്കിലും ആ ചിന്തയാണ് മനസ്സിൽ വരുന്നത്. അങ്ങനത്തെ മനസ്സ് വിടുക. അത് നമുക്ക് അടുത്തതിനകത്ത് പ്രോഫിറ്റ് കിട്ടുമെന്ന് തന്നെ ചിന്തിച്ചാണ് എൻട്രി ചെയ്യണം. അതാണ് വേണ്ടിയത്. ലോസ് വരുമല്ലോ എന്ന് പറഞ്ഞ് എൻട്രി എടുക്കാതിരിക്കും. നോക്കുമ്പോൾ കാണാം അത് നേരത്തേക്കായിട്ട് നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങി നല്ല പ്രോഫിറ്റ് കൊടുക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ചാൻസ് കിട്ടുമ്പോഴല്ലേ എൻട്രി ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതാണ് നാളത്തേനുള്ള ഇത്രയും ഷെയറുകൾ, 16 ഷെയർ. എന്തായാലും നമുക്കൊരു 7 ഷെയർ കിട്ടും. ഇനി നമുക്ക് ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്ത കുറേ ഷെയറുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിനകത്തൊരു 8-9 ഷെയർ നമുക്ക് നല്ല ചാൻസ് തന്നിട്ടാണ് ട്രേഡർ സ്ട്രീറ്റ്. നമ്മൾ ഇന്നലെ 17 ഷെയറായിരുന്നു എടുത്തത്. അതിൽ നല്ല 4-5 ഷെയർ, 4-5 8 ഷെയർ നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 4-5 ഷെയർ ഞാൻ കാണിക്കാം. RV എന്ന് പറയുന്ന ഷെയർ, അത് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് ഡൗൺ ആയിട്ട് പോലും അത് ഹൈയിലാണ് ഓപ്പൺ വന്നത്. കണ്ടില്ലേ, R1 R2 മുകളിലാണ് ആ ഷെയർ ഓപ്പൺ ആയത്. 182 വരെ പോയി. നമ്മൾ പക്ഷേ ഏത് ലെവലിൽ നിന്ന് താഴെ ഇറങ്ങുന്ന ആ ലെവലിൽ നിന്ന് എൻട്രി എടുക്കും. 174-90 താഴെ വരുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ 168, ലാസ്റ്റ് ആയപ്പോൾ 162, അതായത് 12 രൂപ നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. നോക്കി ചെയ്യുന്നവർക്ക് നല്ല ചാൻസാണ്. അതിനകത്തിപ്പം ഇവിടെ ഒരു എൻട്രി നമ്മൾ 20 MA വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്താൽ 171 എടുത്താൽ 168,
പിന്നെ ഇവിടെ വീണ്ടും നമുക്ക് ഇവിടെ ചാൻസ് വരുന്നില്ല. 20 EMA വെച്ചാണ് പറയുന്നത്. 20 EMA വെച്ചിട്ട് ഇവിടെ വീണ്ടും ചാൻസ് 169 എൻട്രി എടുത്താൽ വൺ സൈഡ് പോക്കാ താഴോട്ടെ. അതിനുശേഷം രാംകോസിസ് എന്ന് പറയുന്ന ഷെയർ രാംകോസിസ് എന്ന് പറയുന്ന ഷെയർ R1 അടുത്ത് വരെ പോയിട്ട് ഇറങ്ങി. നമുക്ക് ഇതിനകത്ത് നല്ല ചാൻസ് ഇവിടെ ഇങ്ങ് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഒന്ന് ഈ ലെവൽ കട്ട് ചെയ്യണം. ഈ ലെവൽ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 20 EMA ചാൻസ് കിട്ടുന്നുണ്ട്. 20 EMA ലെവൽ 20 EMA ലെവൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നത് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ 407 റേഞ്ചിലൊക്കെ എടുത്താലും നമുക്ക് 398 വീണ്ടും ഇവിടെ 397 റേഞ്ചിലൊക്കെ. പക്ഷേ ലാസ്റ്റ് വീണ്ടും കയറിപ്പോയി. പക്ഷേ തിരിച്ച് വീണ്ടും ഇറങ്ങി വന്നു. ഇതിനകത്ത് നമുക്കൊരു 6-7 രൂപയുടെ പ്രോഫിറ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നീട് യൂക്കൺ എന്ന് പറയുന്നൊരു ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, R1 കട്ട് ചെയ്തു, R1 മുകളിൽ R2 പോകാതെ തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 970 എൻട്രി എടുത്താൽ 925, അതായത് 45 രൂപ പ്രോഫിറ്റ്. വീണ്ടും തിരിച്ച് നമുക്ക് ഇവിടെ വേണേൽ വീണ്ടും എൻട്രി എടുക്കുക. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു എൻട്രി നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അതിന് ശേഷം അത്രയും കയറി പോകുന്നില്ല. അപ്പോൾ നമുക്ക് ചാൻസ് എടുക്കാമെന്ന് തോന്നി. ഇത് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ എടുക്കാം. അതല്ല 20 EMA ആണെങ്കിൽ ഇവിടെ എടുക്കാം. ഇവിടുന്ന് 944 എടുക്കാം. 939 എടുത്താലും നമുക്ക് 928, 900 നല്ല ഹ്യൂജ് പ്രോഫിറ്റ് 20 EMA വെച്ച് കൊടുക്കാം. അപ്പോൾ CPR വെച്ച് കൊടുക്കാം. അതിനുശേഷം എക്സിക്കോം എന്ന് പറയുന്ന ഷെയർ എക്സിക്കോം ഡൗൺ ഓപ്പണിംഗ് വന്നു നേരെ പതുക്കെ ട്രേഡായി. ഇതിനകത്ത് നമുക്ക് ബൈയിങ് ചാൻസ് 20 EMA വഴി കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ 235 എൻട്രി എടുത്താൽ നേരെ ഒറ്റ പോക്കാം 217-18 രൂപ ബൈയിങ് ചാൻസ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇവിടെ സെല്ലിങ് ചാൻസ് 20 EMA വെച്ച് കിട്ടുന്നുണ്ട്. CPR വെച്ച് ഇവിടുന്ന് സെല്ലിങ് ചാൻസ് കിട്ടുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണം നമുക്ക് ഒരു ട്രേഡിങ്ങിന് ഈസി ആയിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതിനുശേഷം അയൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഷെയർ അയൺ എക്സ്ചേഞ്ച് മാർക്കറ്റെല്ലാം ഡൗൺ ഓപ്പണിംഗ് ആകുമ്പോൾ നമ്മൾ 20 EMA വഴി നമുക്ക് ചാൻസ് എന്തായാലും പറയുന്നത് ബൈയിങ് ചാൻസ് ആണ്. ഇത് കണ്ടില്ലേ, ഇവിടെ 20 EMA വഴി ഇവിടെ ചാൻസ് കണ്ടില്ലേ, ഹൈയുടെ മുകളിൽ ക്ലോസ് ആയി, 20 EMA മുകളിൽ ക്ലോസ് ആയി. അതിനുശേഷം അതിൻ്റെ ഹൈ അടിച്ച് നമ്മൾ ഇവിടെ എൻട്രി എടുക്കുക. ഇവിടെ എൻട്രി എടുത്തു. നമുക്ക് ഇതതിൻ്റെ സ്വിംഗ് ലോ, അതിൻ്റെ താഴോട്ട് എൻട്രി ഇട്ടാൽ ഇവിടെ ഇത് ചെയ്യും. ഇവിടെ ഹൈ അടിക്കുന്നുണ്ട് 557. നമ്മൾ എൻട്രി എടുക്കുന്നത് 554. പക്ഷേ അവിടുന്ന് നമുക്ക് ഇവിടെ ഈ സ്വിംഗ് ലോയിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ തിരിച്ച് വീണ്ടും നമ്മളിവിടെ എൻട്രി ചാൻസ് കിട്ടും. ഇവിടെ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്തിട്ട് നമ്മൾ ഈ ലെവലിന് സ്റ്റോപ്പ് ലോസ് ഇടും. ഈ സ്വിംഗ് ലോയിൽ സ്റ്റോപ്പ് ലോസ് ഇടും. ഇട്ടാൽ നോക്കിയേ, നമ്മൾ എൻട്രി എടുക്കുന്ന 555 റേഞ്ചിൽ നിന്ന് എടുത്താൽ 575 രൂപ വരെ ബൈയിങ് ചാൻസ് കിട്ടുന്നുണ്ട്. പിന്നെ സെല്ലിങ് ചാൻസ് വരുന്നത് ഇവിടെയാണ്. അത് 20 EMA വെച്ചല്ല, CPR വെച്ച്. CPRൻ്റെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ എൻട്രി ചെയ്യുക. 572 നിന്ന് 558, 14 രൂപ. ബൈയിങ്ങിലും സെല്ലിങ്ങിലും എല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ നോർമൽ CPR വെച്ച് സെല്ലിങ് അടിയുന്നത്. 20 EMA വെച്ചും നല്ല രീതിയിൽ സെല്ലിങ്ങും ബൈയിങ്ങും ചെയ്യാൻ പറ്റും. 20 EMA വെക്കുമ്പോൾ നമുക്ക് ബൈയിങ്ങും ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സെല്ലിങ്ങും ചെയ്യാൻ പറ്റും. പിന്നെ ACI എന്ന് പറയുന്ന ഷെയർ ACI ഡൗണിൽ നിന്ന് ഇപ്പം ഇവിടെയാണ് ബൈയിങ് ചാൻസ് വരുന്നത്. 20 EMA മുകളിൽ ക്ലോസ് ചെയ്തു. അതിൻ്റെ മുകളിൽ കട്ട് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക. ഇതിൻ്റെ താഴെ ഇട്ടാലും മതി. പക്ഷേ ഇച്ചിരി അടുപ്പിച്ച് ഇച്ചിരി താഴോട്ട് കിട്ടുന്നുണ്ട്. അത് അത്രയും ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. ഇട്ടാൽ നമ്മൾ ഇവിടുന്ന് എവിടം വരെ പോകുന്നുണ്ട്? 685 റേഞ്ച് എന്നത് 716 വരെ പോകുന്നുണ്ട്. നോക്കിയേ, ഇത് 20 EMA വെച്ചുള്ള ബൈയിങ്. അതിനുശേഷം നമുക്ക് CPR വെച്ച് സെല്ലിങ് കിട്ടുന്നുണ്ട്. CPR വെച്ച്
R1-ൻ്റെ അവിടേക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് ഇറങ്ങി ഇവിടെ എൻട്രി 715 റേഞ്ച് എൻട്രി ചെയ്താൽ 692 നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. ISGC മതി, ഇത്രയും ഒത്തിരിയായി തോന്നുന്നു, കുറേ കാണിച്ചില്ലേ. ISGCക്കകത്ത് CPR വെച്ച് R1-ൻ്റെ അവിടെ നിന്ന് 1002 നിന്ന് 990 വരെ വരുന്നുണ്ട്. പിന്നെ ബൈയിങ്ങിന് തന്നെ ഇവിടെ ഈ ക്യാൻഡിൽ നോക്കിയാൽ മതി. 20 MA വെച്ചിട്ട് തന്നെ ഈ ക്യാൻഡിൽ ഹൈ ക്ലോസിങ് വരും, 20 MA മുകളിൽ ക്ലോസിങ് വരും. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ ഹൈ കട്ട് ചെയ്യും. ഹൈ കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇതിന് താഴെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. നല്ല ഹെവി പ്രോഫിറ്റ് അതിനകത്തും കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ട്രേഡിങ്. നാളെ പോകുന്ന എല്ലാവർക്കും നല്ല പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. ഇതാണ് നാളത്തെ ഷെയറുകൾ. ബൈ.